ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു ഓട്സ് വെച്ചിട്ട് ബനാന ബ്രെഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീടുകളിലൊക്കെ പഴം പഴുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടുതൽ പഴുത്ത് പോയ ആർക്കും തിന്നാൻ ഇഷ്ടമില്ല. നമുക്ക് ഈ കൂടുതൽ പഴുത്ത പഴം വെച്ചിട്ടാണ് ഈ ബനാന ബ്രെഡ് ഉണ്ടാക്കുന്നത്. നോക്കിക്കേ, പഴുത്ത് എടുത്തു കഴിഞ്ഞാൽ അതിന് വിട്ടു പോകുന്ന ടൈപ്പിലെ ഈ പഴമാണ് നമുക്ക് ബനാന ബ്രെഡിന് ആവശ്യം. ആദ്യം നാം बनाना ब्रेड बनाने जा रहे हैं, दिखाएंगे कैसे है. 4 पഴമാണ് ഞാൻ ഇതിനെ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. चार केला लिया है, अच्छा पका वाला है. തൊലി കളഞ്ഞിട്ട് സ്മാഷ് ചെയ്യും. इसका छिलका निकाल के स्मैश करेंगे. पഴം ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. 4 केला छिलका निकाल के रखा है, इसका थोड़ा स्मैश करेंगे. നല്ലതായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. പഴം നല്ലതായിട്ട് സ്മാഷ് ചെയ്തു. 4 केला अच्छा से स्मैश किया है. പഞ്ചസാരക്കകത്തോട്ട് നോക്കിക്കേ, लौंग എടുത്തിട്ടുണ്ട്, जादिका എടുത്തിട്ടുണ്ട്, ഏലക്ക എടുത്തിട്ടുണ്ട്. जादिफल लिया है, इलायची लिया है, लौंग लिया है. ये एक ही साथ डाल के चीनी में डाल के थोड़ा पाउडर करना है. നമുക്കിത് ഇതിനകത്ത് ഇട്ടിട്ട് നമുക്കൊന്ന് പൗഡർ ചെയ്തെടുക്കാം. ഏലക്കയും ഗ്രാമ്പും എല്ലാം ഞാൻ പൊടിച്ച് കഴിഞ്ഞു. इलायची ग्राമ്പू सब अच्छे से पीस किया है. अभी डाल दे 2.5 कप ओट्स. 2.5 കപ്പ് ഓട്സ് ആണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. നമുക്കത് പൗഡർ ചെയ്തെടുക്കാം. ഇവിടെ പൗഡർ കറങ്ങാൻ ഓട്സ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഓട്സ് पाउडर करके रखा है, वो साइड करके रखेंगे. अभी 3 अंडा लिया है. 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ബൗളിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. थोड़ा बीट करना है. നമുക്ക് ഈ മുട്ടയിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് डाल रहे हैं, थोड़ा बीट करना है. നമ്മൾ ഈ ബ്രെഡിനകത്ത് പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത്. चीनी का जगह में हम लोग गुड़ डाल रहे हैं. इसमें गुड़ डालेंगे, अच्छे से बीट करना है. നമുക്ക് ശർക്കര ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതായിട്ട് അടിച്ചെടുക്കാം. 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 3/4 कप गुड़ लिया है, अंडा में डाल के थोड़ा बीट करना है. कप നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്. आधा कप घी लिया है, वो भी डाल के बीट करना है. നമുക്ക് അതും കൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ ടെമ്പറേച്ചറിലുള്ള റൂം टेम्परेचर पाल എടുക്കണം. रूम टेम्परेचर का दूध लिया है, आधा कप, वो भी डाल के बीट करना है. पाल में നമുക്ക് സ്മാഷ് करके रखा है, वो केला डालेंगे. നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരുന്ന പഴം നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ओट्स ആണ്, पाउडर करके रखा है ओट्स. इसमें हम डाल रहे 1 टीस्पून बेकिंग पाउडर. 1 टीस्पून बेकिंग पाउडर ഇട്ട് കൊടുക്കുകയാണ്. 1/2 टीस्पून बेकिंग सोडा. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. थोड़ा सा मिक्स करके अभी छन्नी में डाल के छानेंगे. നമുക്ക് അരിപ്പയ്ക്കകത്ത് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് തെള്ളിയെടുക്കണം. ഇതിനകത്തോട്ട് തന്നെ നമുക്ക് തെള്ളിയെടുക്കാം. ഓട്സ് നോക്കിയേ, നല്ലതായിട്ട് ചാനിച്ച് കഴിഞ്ഞു. നല്ലതായിട്ട് തെള്ളിയെടുത്തിട്ടുണ്ട്. अच्छा से छान के लिया है और हम लोग ये अच्छा से मिक्स करना है. നല്ലതായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിച്ചത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ओट्स पाउडर किया है, अच्छे से मिक्स किया है. काजू छोटा छोटा काट के रखा है, वो डाल रहा है. നമ്മൾ പറങ്ങാണ്ടി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. കിസ്മിസ് वो भी डालेंगे. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഒരു ട്രേ എടുത്ത് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ट्रे लेके अच्छे से ग्रीस करके रखा है. अभी ये बैटर इसमें डालना है. നമുക്ക് ഈ ബാറ്റർ ഈ ട്രേക്കകത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കും. ट्रेकകത്ത് बैटर मुഴുവൻ ഒഴിച്ചു കഴിഞ്ഞു. ट्रे में पूरा बैटर डाल दिया है. अभी प्रीहीट करके रखा है 180 डिग्री में 10 मिनट्स. പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ. നമുക്കിപ്പോൾ 45 to 50 മിനിറ്റ് നമുക്കിത് വെച്ച് കൊടുക്കണം. अभी 45 to 50 मिनट ओवन में रखना है. प्रीहीट ചെയ്ത ഓവനിലുള്ള നമുക്കിത് വെച്ച് കൊടുക്കാം. प्रीहीट करके रखा था 45 से 50 मिनट्स रखना है. 180 डिग्री में 45 to 50 मिनट्स रखना है. നമുക്ക് 45 to 50 മിനിറ്റ് വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. നിറച്ചുകൊണ്ട് നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. 50 മിനിറ്റായി നമ്മുടെ ബനാന ഓട്സ് ബ്രെഡ് റെഡി ആവുക. 50 മിനിറ്റായി നമ്മുടെ ബനാന ഓട്സ് ബ്രെഡ് റെഡി ആയി കഴിഞ്ഞു. നല്ല ചൂടാണ്. നോക്കിക്കേ, ഒട്ടും തന്നെ ഇല്ല, बिल्कुल साफ है. भी 50 मिनट्स हो गया. हम निकाल के रखा है. बहुत गर्म है. ठंडा होने के बाद काटेंगे. നമുക്ക് തണുത്ത് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്യാം. ബ്രെഡ് തണുത്ത് കഴിഞ്ഞ് നമുക്കിത് സ്ലൈസ് ചെയ്തെടുക്കാം. ठंडा हो गया तो बस स्लाइस करके लेंगे. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബനാന ബ്രെഡ് റെഡി ആയി കഴിഞ്ഞു. നല്ലതായിട്ട് തണുത്തിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം. सब लोग घर में थोड़ा ट्राई करके देखिएगा.